അപ്പോൾ നമുക്ക് നല്ല നാടൻ മീൻ കറിയും, അതായത് കിളിമീൻ കറിയും പച്ച കപ്പ വേവിച്ചതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഇതാണ് നമ്മുടെ കിളിമീൻ, 1/2 കിലോയാണിത്. ഇനി പച്ചക്കപ്പ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. കപ്പ ഞാൻ കുക്കറിലാണ് വേവിച്ചത്, 1 വിസിലാണ് അടുപ്പിച്ചത്. അതിനുശേഷം നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് പ്രധാനപ്പെട്ട തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾക്കുള്ള തേങ്ങ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ കപ്പ റെഡി. അടുത്ത് നമുക്ക് നമ്മുടെ കിളിമീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾക്ക് വേണ്ട സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായി കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് കിളിമീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 10 to 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇവിടെ കിളിമീൻ കറി തയ്യാറായിരിക്കുകയാണ്.